ഓപ്പറേഷൻ സിന്ദൂറിനെ പലരും വിമർശിച്ചു. എറണാകുളം ഇടപ്പള്ളി സ്വദേശിയായ റിജാസ് എം ഷീബ ഒന്ന് സൈദിഖ് ഇയാളിപ്പോൾ ജയിലിലാണ്. ഒന്ന് വിമർശിച്ചാൽ അത്ര വലിയ കുറ്റമാവുമോ? അതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. കാരണം നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചു. മഹാരാഷ്ട്ര സംഘികൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ പോലീസ് അവനെ പിടിച്ചു ജയിലിലിട്ടിരിക്കുകയാണ്. കഷ്ടം. ഈ രാജ്യത്ത് വിമർശിക്കാൻ പോലും അധികാരമില്ല. ഇതൊരു നാരേറ്റീവ് ബിൽഡിംഗ് ആണ്. എന്നാൽ ഈ കേസ് അതീവ സങ്കീർണമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുന്നില്ല, ഒരു ചാനലും കാണിക്കുന്നില്ല. കാരണം സിമ്പിൾ, എനിക്ക് പറയാൻ ഒരു മടിയില്ല. കാരണം ഈ റിജാസ് എം ഷീബ സൈദിഖ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കേരളത്തിലെ മാധ്യമങ്ങളുടെ മാനസപുത്രനായ UAPA കേസിലെ പ്രതിയായ സിദ്ദിഖ് കാപ്പൻ്റെ അടുത്ത ആളും കാപ്പൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനുമായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. മാധ്യമങ്ങൾ, വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളിൽ, ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. കാപ്പൻ ലോകത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉള്ളതുകൊണ്ട് ഈ ആളുമായി ബന്ധമുള്ള റിജാസ് എം ഷീബയുടെ കാര്യം പറഞ്ഞാൽ മറ്റേ പുള്ളിയുടെ ഇമേജ് കൂടെ മോശമാകും എന്ന് കരുതിയിട്ടായിരിക്കും മാധ്യമങ്ങൾ ഒരു വിമർശിച്ചതിന് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നത്. ഒരു കാര്യം സിന്ധുവിന് അറിയോ, കേരളത്തിലുണ്ട് ഒരു ATS, ആൻറ്റി ടെററിസം സ്ക്വാഡ്, പോലീസിന് തീവ്രവാദ വിരുദ്ധ സേന. ഇപ്പോൾ എവിടെയാണെന്നോ അവർ അറിയാമോ? കേരളത്തിലെ ATS നാഗ്പൂരിലാണ്. നാഗ്പൂരിൽ പോയി റിജാസ് എം ഷീബ സൈദിഖിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഗ്പൂർ പോലീസ്, നാഗ്പൂർ ATS, NIA ഉൾപ്പെടെയുള്ള ആളുകൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ എന്ന പരിവേഷത്തിൽ അറിയപ്പെടുന്ന റിജാസ് എം ഷീബയുടെ കൊച്ചി കീർത്തി നഗറിലുള്ള വീട്ടിൽ റെയ്ഡ് നടത്തി. ആരൊക്കെ? NIA, നാഗ്പൂർ ATS ഉൾപ്പെടെ രാജ്യത്തിനെതിരെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഒരു കേസ്. ഒരൊറ്റ കേസാണ്, തീർന്നില്ല, ബാക്കി കേസുകളുണ്ട്. ആ കേസുകൾ കൂടെ നമ്മൾ പറയണം. മലയാളത്തിൽ ഒരൊറ്റ മാധ്യമവും പറയാത്തത് കൊണ്ടാണ് നമ്മളിത് പറയാൻ വരുന്നത്. കാരണം ഇയാളെ നാഗ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഡൽഹി സ്വദേശിയായ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്കൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഇയാൾ മാധ്യമപ്രവർത്തകൻ എന്നാണ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകൻ വാർത്ത എഴുതുന്നത് എന്തുകൊണ്ടാണ്? വിഷ്വൽ മീഡിയ ആണെങ്കിൽ മൈക്ക് അല്ലേ? അതെ. പ്രിന്റ് മീഡിയ ആണെങ്കിലോ പേന. റിജാസ് എം ഷീബ സൈദിഖിൻ്റെ ചിത്രം കാണും, 2 കൈകളിലും പിസ്റ്റൾ പിടിച്ച് നിൽക്കുന്ന ചിത്രം. പിസ്റ്റൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകൻ വാർത്ത എഴുതുന്നത് തോക്കുകൊണ്ടാണ്. തീർന്നില്ല, ഇയാൾ നാഗ്പൂരിലുണ്ടായിരുന്നു. രാജ്യം ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നാഗ്പൂർ RSSൻ്റെ ആസ്ഥാനം ആണ്. നാഗ്പൂരിലാണ് അടുത്ത കാലത്ത് ഔറംഗസേബിൻ്റെ കല്ലറയുടെ പേരിൽ ഒരു കലാപം ഉണ്ടായത്, ഓർക്കുന്നില്ലേ? ആ നാഗ്പൂരിൽ എന്തായിരുന്നു റിജാസ് എം ഷീബ സൈദിഖിൻ്റെ ജോലി? നാഗ്പൂരിലൊരു കഥയുണ്ട്. നാഗ്പൂരിലെ കഥ അറിയണം. നാഗ്പൂരിലെ ഒരു സംഘ പരിവാർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ്റെ മകളെ ഇയാൾ ലവ് ജിഹാദിൽ കുടുക്കി. പ്രണയത്തിലായിരുന്നു. ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടാത്തവർക്ക് പ്രണയമെന്ന് പറയാം. പക്ഷേ ഞാൻ ലവ് ജിഹാദ് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞുതരാം. ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്തു. എന്നിട്ട് ഈ പെൺകുട്ടിയെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അച്ഛനെതിരെ ഉപയോഗിച്ചു. പരാതിയുണ്ട്. തീർന്നില്ല. ഉടനെ ഈ റിജാസ് എം ഷീബ പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ആ പെൺകുട്ടിയായിട്ട് പ്രണയമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്തുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി വന്നു, എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു. തീർന്നില്ല, ഡൽഹിയിലെ പെൺകുട്ടിയുടെ പരാതി വന്നിട്ടുണ്ട്, എന്നെ അബ്യൂസ് ചെയ്തു. അപ്പോൾ കേസ് എത്രയായി? അപ്പോൾ ഇയാളുടെ ജോലി ഹിന്ദു പെൺകുട്ടികളെ പ്രണയത്തിൽപ്പെടുത്തി സെക്ഷലി അബ്യൂസ് ചെയ്യുക എന്നുള്ള വിനോദമുണ്ട്. അത്തരം വിനോദം നടത്തുന്നവരെയാണ് ലവ് ജിഹാദ് നടത്തുക എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ. അതൊരു കേസ്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരെയൊക്കെയാണ്? ദേശീയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളുടെ മക്കളെ എന്നാണ് നാഗ്പൂർ പോലീസ് പറയുന്നത്. അതാണ് ഒരു കേസ്. ആ കേസ് ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി തീർന്നില്ല. എന്തായിരുന്നു നാഗ്പൂരിൽ ഇയാളുടെ ജോലി? നാഗ്പൂരിലെത്തിയിട്ട് കാവ്രിക്കൊടികളൊക്കെ ഇങ്ങനെ പറക്കുന്ന പശ്ചാത്തലത്തിൽ കയ്യിൽ
ഭഗത് സിംഗിൻ്റെ ഒരു ചിത്രമുള്ള ബാഡ്ജ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചിത്രം ഇയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര സുഡാപ്പിക്കാം ഭഗത് സിംഗിനോട് സ്നേഹം. ഇയാളുടെ ബന്ധങ്ങൾ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാൻ ലിങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെന്താ, മാവോയിസ്റ്റ് ലിങ്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുഡാപ്പികൾക്ക് ഒരേ സമയം മാവോയിസ്റ്റുമാണ് സുഡാപ്പിയാണ്, രണ്ട് ബന്ധങ്ങളാണ്. മാവോയിസ്റ്റുമാണ് സുഡാപ്പിയാണ്. ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ, കൊച്ചിയിലെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ പെൻ ഡ്രൈവുകൾ കിട്ടി, 2 സെൽഫോണുകൾ കിട്ടി. അതിൽ ഒരു സെൽഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിം UK ബേസ്ഡ് സിമ്മാണ്. UK ബേസ്ഡ് സിമ്മിൽ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ, കോളുകൾ വിളിച്ചിട്ടുണ്ട് എന്ന് ബോംബെ പോലീസ്, നാഗ്പൂർ പോലീസ് കണ്ടെത്തിയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ മാധ്യമങ്ങളിൽ വരാത്തത്? ഒരു ചെറുപ്പക്കാരൻ എന്നിട്ട് പറയുകയാണ്, ഒരു വിക്ടിം ഇരയുടെ പരിവേഷം കൊടുക്കുകയാണ്, വിക്ടിമിൻ്റെ പരിവേഷം. ഒരു പയ്യൻ, കൊച്ചു പയ്യൻ, കണ്ടാലോ സുമുഖൻ, അവൻ എന്ത് ചെയ്തു? അവൻ ഓപ്പറേഷൻ സിന്ദൂർ ശരിയല്ലെന്ന്. ഓപ്പറേഷൻ സിന്ദൂർ ശരിയല്ലെന്ന് അല്ല ഇവൻ പറഞ്ഞത്. ഇവൻ പോസ്റ്റ് ഇട്ടെന്താണെന്നറിയോ? POKയിലേക്ക് ആദ്യത്തെ ദിവസം നമ്മൾ ആക്രമിച്ചെന്താണ്? പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനിലെ പട്ടാളക്കാർക്കും തീവ്രവാദികൾക്കും പരിക്കേറ്റപ്പോൾ അവരുടെ ചിത്രങ്ങൾ ഇട്ടിട്ട് അവരോട് സഹതാപം പിടിച്ച് ഇന്ത്യൻ സർക്കാർ തുലയട്ടെ അങ്ങനെയാണ് എന്ന് പോസ്റ്റിട്ടു. പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ നമ്മൾ ആക്രമിച്ചതിൻ്റെ ചിത്രങ്ങൾ ഇട്ടിട്ട് അവിടെ പരിക്കേറ്റ അവിടുത്തെ ഭീകരവാദികൾ ചത്തുകിടക്കുന്നതിൻ്റെ പടമിട്ടിട്ട് ഇന്ത്യൻ സർക്കാർ തുലയട്ടെ എന്നല്ല, FUCK ഇന്ത്യ എന്നായിട്ടത്. അപ്പോൾ ഇവനാരാ? ഇവൻ ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചതാണോ? നമ്മുടെ M സ്വരാജ് വിമർശിച്ച പോലെ, അല്ല രാജു P നായർ എന്ന് പറഞ്ഞ വാബോയ കോടാലി സ്ഥിരം പറഞ്ഞു നടക്കുന്നത് പോലെ വിമർശിക്കുകയാണോ? അതൊക്കെ വിമർശനം എന്ന നിലയിൽ രാഷ്ട്രീയ വിമർശനം എന്ന് കണക്കാം. ഇതങ്ങനെയാണോ? രാജു P നായരാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ പ്രസ്താവനകൾ കേരളത്തിലേക്ക്. രാജു P നായർ ഇങ്ങനെയല്ലോ പറഞ്ഞ്, അല്ല രാഷ്ട്രീയം പറയണം, ഉത്തരം പറയണമെന്ന് പറഞ്ഞു. അത് ഒരർത്ഥം വരെ അനവസരത്തിലുള്ള ചോദ്യമാണെങ്കിൽ പോലും ഒരർത്ഥത്തിൽ വരെ പൊളിറ്റിക്കലി വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ന്യായീകരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ലോ, രാജ്യത്തിനെതിരായിട്ടാണ്. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം ഉള്ള ഒരാളാണ് ആര്? റിജാസ് M ഷീബ സൈദിഖ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് ഒരുപാട് പേര് താലിബാനിൽ പോയിട്ടുണ്ട്, ലഷ്കർ-ഇ തയ്യബയിൽ പോയിട്ടുണ്ട്, താലിബാനിലല്ല ലഷ്കർ-ഇ തയ്യബയിൽ പോയിട്ടുണ്ട്, IS പോയിട്ടുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ലേ? ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് റിജാസ് M ഷീബ. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ തടിയൻ്റെ അവിടെ നസീറിനെ എക്സ്പോസ് ചെയ്ത പോലെ, എക്സ്പോസ് ചെയ്യേണ്ടി വന്നതാണ് കേട്ടോ, എക്സ്പോസ് ചെയ്തൊന്നുമല്ല. ഇപ്പോൾ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് തടിയൻ്റെ അവിടെ നസീറാണെന്ന് NIA ചാർജ് ഷീറ്റ് കൊടുത്തതിന് ശേഷമാണ് വാർത്ത വന്നത്. പക്ഷേ ഇപ്പോഴും റിജാസ് M ഷീബ സൈദിഖ് അവൻ പാവാട എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സംരക്ഷിക്കുന്നു? രാത്രിയിൽ ഇയാളുടെ വീട്ടിലൊക്കെ ഈ പറയുന്ന NIA സംഘം വന്നപ്പോൾ ഒക്കെ ഭയങ്കര ഇരവാദത്തിന്റെ രീതിയിലായിരുന്നു മാധ്യമ വാർത്തകളൊക്കെ വന്നത്. ഇയാളുടെ വീട്ടിൽ രാത്രി വന്ന് കയറിയിരിക്കുന്നു. ഈയിടെ കാപ്പന്റെ വീട്ടിൽ പോലീസ് വരുന്നു പറഞ്ഞ് ആദ്യമേ വാർത്തയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പോലീസിന്റെ റെയ്ഡ് നടക്കാതെ പോയി മാധ്യമങ്ങൾ. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും ഈ തീവ്രവാദ ബന്ധമുള്ള ആളുകളെ സഹായിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ഇയാൾ ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചതുകൊണ്ട് നാഗ്പൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്ന തരത്തിൽ മാത്രമായിട്ട് ഈ വാർത്തകൾ പറയുന്നത്? യഥാർത്ഥ ചിത്രം പറയണ്ടേ? അപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ പാകിസ്ഥാൻ ബന്ധമുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു മമതയുണ്ട്. മുമ്പൊരിക്കൽ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞില്ലേ, സത്യം ഞങ്ങൾ പറയാത്തതാണ്, പറഞ്ഞാൽ കേരളത്തിലെ സംഘപരിവാറിന് വളർച്ചയുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയുന്നില്ല. അങ്ങനെ സത്യം മറച്ച് വെച്ച് നിങ്ങൾ എവിടെ വരെ എത്തി? ഇതൊന്ന് അവസാനിക്കട്ടെ. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദമുണ്ട്, ഇസ്ലാമിക തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി നിലകൊള്ളുന്നുണ്ട്. മുഴുവൻ മുസ്ലിങ്ങളൊന്നും അല്ല, മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം. അതുകൊണ്ട് പേരുദോഷം ഉപദ്രവം വരുന്ന ആർക്കാണ്? മുസ്ലിം ജനസമൂഹത്തിന് ആകെ കുഴപ്പമല്ലേ? അല്ലേ? അവരെ ആകെ ജനങ്ങൾ സംശയത്തോടെ കാണുന്നില്ലേ? ഇവിടെ ആരും മുസ്ലിമിനെ എതിർക്കുന്നില്ല, ഇസ്ലാമിനെ എതിർക്കുന്നില്ല. എതിർക്കേണ്ട തരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുമ്പോൾ അത് വള്ളിപ്പോയി പറഞ്ഞാൽ മതി നമ്മൾ പറയും. കാരണം നമ്മൾ ജനാധിപത്യവാദികളാണ്, ജനാധിപത്യമാണ് ഇന്ത്യക്ക് അഭികാമ്യം. ഇന്ത്യ ജനാധിപത്യ രാജ്യമായി നിൽക്കേണ്ടത്, അല്ല ഇസ്ലാമിക രാജ്യമാകാൻ ചങ്കിൽ ചോരയുള്ള കാലത്തോളം ഇന്ത്യക്കാരെ സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിക ഭരണം വരാൻ പാകിസ്ഥാനിലെ പോലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പോലെ ഇസ്ലാമിക ഭരണം വരാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല, സമ്മതിക്കത്തില്ല. ഒരു ന്യൂനപക്ഷത്തിനാണ് ഇത് വേണ്ടത്.
കാരണം ഇവിടെ ഇതൊക്കെ പറയുമായിരിക്കാം. ഈ പാകിസ്ഥാൻ നല്ലതാണെന്ന് പറയുന്ന, പാകിസ്ഥാനോട് സ്നേഹമുള്ള, പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുമ്പോൾ കണ്ണീര് വരുന്ന ആളുകൾ എന്തേ പാകിസ്ഥാനിൽ എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പാകിസ്ഥാനിലേക്ക് വിടാം എന്ന് ഇന്ത്യ സർക്കാർ പറഞ്ഞാൽ പോവോ? ഇല്ല, പോകത്തില്ല. അവിടുത്തെ അവസ്ഥ അറിയാം. അപ്പോൾ ഇസ്ലാമിക ഈ രാജ്യം അല്ലെങ്കിൽ ശരീഅത്ത് രാജ്യം എന്ന് പറയുന്നത് ഒരു മരീചികയാണ്, ഒരു ഉട്ടോപ്യൻ ആശയമാണ്. അവിടെ ചെന്ന് പെട്ടവൻ അറിയാം അതിൻ്റെ സൂക്കേട്. അപ്പോൾ ഏതായാലും റിജാസ് എം ഷീബ എന്നുള്ള സൈദിഖിൻ്റെ ഈ കഥകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് ദിവസങ്ങളായി. നമ്മളത് വെച്ചു പറയാതിരുന്നത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കും എന്ന് കരുതി. കാരണം പ്രത്യേകിച്ച് സവിശേഷമായ യുദ്ധകാലത്തിലെങ്കിലും കൊടുക്കുമോ. ഈ കൊച്ചിയിൽ ഇയാൾ യുദ്ധം തുടങ്ങിയപ്പോൾ യുദ്ധത്തിനെതിരെ പ്രകടനം നടത്താൻ നോക്കി, എന്നിട്ട് കൊച്ചി പോലീസ് കേസെടുത്തു. അപ്പോൾ കേരളത്തിൽ കൊച്ചിയിൽ പോലും ഈ പാകിസ്ഥാനി മനസ്സുള്ള, ജിഹാദി മനസ്സുള്ള, പാകിസ്ഥാൻ്റെ ചാവേറാകാൻ തയ്യാറുള്ള ആളുകളുണ്ട്. ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ പറയണം. പറയാതിരുന്നിട്ട് കാര്യമില്ല. എങ്കിൽ മാത്രമേ നമ്മുടെ തൊട്ടടുത്ത് ശത്രു വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആശങ്കയില്ലാതെ ജീവിക്കാൻ പറ്റും. മുറിക്കുള്ളിൽ, കിടപ്പ് മുറിക്കുള്ളിൽ ഒരാന കയറി നിൽക്കുകയാണ്. ആ അവസ്ഥയിലാണ് മലയാളി ഇപ്പോൾ. അപ്പോൾ ഏതായാലും മാധ്യമങ്ങൾ ചെയ്യുന്നത് നെറികേടാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചു എന്നതുകൊണ്ടല്ല റിജാസ് എം ഷീബ സൈദിഖിനെ നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ATSഉം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ട്. UAPA കൂടി ചുമത്തിയാൽ റിജാസ് എം ഷീബ ഇനി അത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള എറണാകുളത്തുള്ള കീർത്തി നഗറിലുള്ള, അല്ലേ, കീർത്തി നഗറിലുള്ള ഈ ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ ഭീകരന്മാരുടെ സപ്പോർട്ടറാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇത് പറയാൻ പേടിച്ചിട്ടും കൂടിയാണ് പറയാത്തത്. നമുക്ക് ആ പേടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.